എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഉണക്കമീൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കാണില്ലായിരിക്കും. എല്ലാവർക്കും ഉണക്കമീൻ ഇഷ്ടമാണ്. ഭയങ്കര വിലയുമാണ്. പക്ഷെ നമുക്കത് വിശ്വസിച്ച് കഴിക്കാനും കുറച്ച് പാടാണ്. അവർ ഉണക്കുന്നത് എവിടെയാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള ഉണക്കമീൻ വെറും 3 ദിവസം കൊണ്ട് തയ്യാറാക്കാം. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ കുറേ മീൻ കിട്ടിയപ്പോൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഉണക്കമീൻ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രിഡ്ജിലല്ല, പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒട്ടും തന്നെ ഉണക്കമീൻ്റെ മണമോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഏത് സമയത്തും മഴയാണെങ്കിൽ മഴയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കമീൻ തയ്യാറാക്കാം, ഫ്രിഡ്ജ് ഉപയോഗിക്കാണ്ട്. അതായത് നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുകിൽ വൃത്തിയാക്കി എടുക്കാൻ സമയമുള്ളവരാണെങ്കിൽ വൃത്തിയാക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഒരു 3-4 വെള്ളത്തിൽ ആ മീനൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയെടുത്തിട്ട് ഇതുപോലെ കണ്ണാപ്പ പോലെ നമ്മൾ അരിപ്പ പോലുള്ള പാത്രത്തിൽ അടിയിലൊരു പാത്രം വെച്ചിട്ട് മുകളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മുടെ വീട്ടിലുള്ളത് ആ പാത്രം എടുക്കുക. അതിലേക്ക് കല്ലുപ്പാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ നെത്തോലി എടുക്കുന്നുണ്ട്, മത്തിയും. നമ്മൾ കുറച്ച് പോണൊരു മീൻ ഉണക്കമീൻ വാങ്ങിക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാണ് അല്ലേ? ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപയ്ക്കൊന്നും അത്രയ്ക്കൊന്നും നമുക്ക് ഉണക്കമീൻ കിട്ടില്ല. ഇതിപ്പോൾ 50 രൂപയുടെ മത്തിയും കുറച്ച് മാത്രം നെത്തോലിയാണ് കേട്ടോ. അത് നമ്മൾ ഉണക്കിയെടുക്കാനാണ് ചെയ്യുന്നത്. അന്നേരം അതിനെ ഓരോ ലെയറായിട്ട്, ആദ്യത്തെ ലെയർ നമ്മൾ ഉപ്പിട്ട് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് മീനിട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഉപ്പ്, പിന്നെ മീൻ, അങ്ങനെ ആണ് നമ്മൾ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ഈ ഒരു പാത്രം നിറയെ നമുക്കങ്ങനെ ചെയ്ത് വെക്കാം. വിശ്വാസത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും. കാരണം മിക്കപ്പോഴും ഉണക്കമീനൊക്കെ ഉണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തി അധികമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും, നമ്മൾ കാണുന്നില്ലല്ലോ. അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പുറത്തൊക്കെ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാം. ഇത് ഫ്രിഡ്ജിൽ ഉണങ്ങിയിട്ട് സൂക്ഷിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സാധാരണ നമ്മൾ ഉണക്കമീൻ ഉണക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലൊക്കെ ഇല്ലേ, ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് കാണുകയില്ല കേട്ടോ. അന്നേരം ഇതിങ്ങനെ മത്തി എന്ന് പറയുമ്പോൾ അത്യാവശ്യം തീരെ പൊടിമത്തിയല്ല, ഇച്ചിരി വലിയ മത്തിയാണ് കേട്ടോ. നല്ല മുള്ളുള്ള മത്തിയാണ്. പക്ഷെ അത് ഉണക്കമീൻ രീതിയിൽ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കേട് കൂടാണ്ടിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ കുറേ മീൻ കിട്ടിയ സമയത്ത് ചെയ്തു വെച്ചിട്ടോ. ഇതുപോലുള്ളൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ ഈ കണ്ണാപ്പ പോലുള്ള അരിപ്പ പോലുള്ള പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മുടെ ഡിസ്പോസിബിൾ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പ് വെച്ച് മീൻ വെച്ചു, അങ്ങനെ തന്നെ വെച്ചിട്ട് 3-4-5 ഒരു 7 ദിവസമെങ്കിലും മാക്സിമം വേണം. ആ മാക്സിമം അതിൻ്റെ വെള്ളം മൊത്തം പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് വാർന്ന് വരും. ആ വെള്ളം മൊത്തം വാർന്ന് അവസാനം ഒട്ടും വെള്ളം വരാതിരിക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. ഒട്ടും സ്മെല്ലില്ല. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഉണക്കമീൻ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മത്തി ഫുള്ളും ഇട്ടിട്ടുണ്ട്. 50 രൂപയുടെ മത്തിയാണ്. ഇപ്പോൾ ലാഭത്തിൽ മീൻ കിട്ടിയപ്പോഴാണ് ഞാൻ ഇതുപോലെ ചെയ്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് നെത്തോലി, ചില സമയത്ത് നല്ല ലാഭത്തിൽ 100 രൂപയ്ക്കൊക്കെ ഒരുപാട് മീൻ കിട്ടും. നമ്മളിപ്പം കറി വെച്ചും തോരൻ വെച്ചും വറുത്തൊക്കെ കഴിച്ചാലും പിന്നെ അധികം വരും. അന്നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനോട് എല്ലാവർക്കും ഒന്നും അത്ര താല്പര്യമില്ല. പക്ഷേ ഉണക്കമീൻ പച്ചമീനെക്കാട്ടി ഇഷ്ടപ്പെടുന്നവരാണ്, അവർക്ക് ശരിക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് കേട്ടോ. അതായത് നമ്മൾ മത്തിയെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും കല്ലുപ്പ് നിറയെ ഇട്ടിട്ട് നെത്തോലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമീനെക്കാട്ടിൽ എപ്പോഴും വില കൂടുതൽ ഉണക്കമീനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് അത് ആ ഉണക്കുന്നതിൻ്റെ പാട് ഓർത്തിട്ടാണ്. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കാവൽ നിൽക്കുക ഒന്നും തന്നെ വേണ്ട. ഇത് പുറത്ത് വെച്ച് തന്നെ ചെയ്യാം. പിന്നെ വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം വെയിലത്തിട്ടാൽ അത്രയും നല്ലത്. അന്നേരം ഇതിപ്പം എന്താണ്ട് ഇങ്ങനെ തന്നെ അടിയിലൊരു പാത്രം, മുകളിൽ ഇങ്ങനെ കണ്ണാപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പാത്രം വെക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ തന്നെ വെക്കാം. ഒരു സ്മെല്ലും കാര്യങ്ങളും വരാതെ തന്നെ നമുക്ക് ഈ ഒരു മീനെ ഉണക്കിയെടുക്കാൻ പറ്റും. നല്ലപോലെ ഉപ്പിടണം എന്ന് മാത്രം കേട്ടോ. കല്ലുപ്പിപ്പോൾ എനിക്കിപ്പം ഒരു പാക്കറ്റ് കല്ലുപ്പ് വേണ്ടി വന്നില്ല ഇത്രയും ചെയ്യാനും വേണ്ടി. ഇതിപ്പോൾ ഞാൻ ഇതുപോലൊന്ന് മൂടി വെളിയിൽ തന്നെ വെക്കുകയാണ്. നമുക്ക് അത് പിറ്റേ ദിവസം കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് നെത്തോലി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ചിലർക്കെങ്കിലും നെത്തോലിയുടെ മുള്ളു മാറ്റി കഴിക്കുന്നവർ കാണുമല്ലോ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്, ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. നമുക്ക് എല്ലാ സമയത്തൊന്നും കിട്ടത്തുമില്ല ഈ ഒരു നെത്തോലി. അന്നേരം നമുക്ക് നെത്തോലിയുടെ മുള്ള് കളയാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു തല നമുക്ക് കൈ കൊണ്ട് തന്നെ, കത്തിയുടെ ആവശ്യമില്ല നെത്തോലി വൃത്തിയാക്കാനും വേണ്ടി. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്ഷമയോട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളതുകൊണ്ട് ഇതുപോലെ കിട്ടും. അതിൻ്റെ മുള്ളൊക്കെ മാറ്റി നല്ല കറക്റ്റ് രീതിയിൽ കിട്ടും കേട്ടോ.
അത് നെത്തോലിയുടെ മുള്ള് മാറ്റിയേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് നെത്തോലിയുടെ മുള്ള് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നെത്തോലിയുടെ തലയൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ ഒരുമിച്ച് അത് കൂട്ടിയിട്ട് കത്രിക കൊണ്ടിട്ട് കട്ട് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നെത്തോലിയുടെ തലയും വാലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യുന്നവർ കാണും, കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവർ കാണും കേട്ടോ. അതിന് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് വളരെ ഈസി ആയിട്ട് നെത്തോലിയുടെ മുള്ള് മാറ്റുന്ന ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. മത്തി, ചാള, അങ്ങനെ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചെമിന്തിൽ കളയാൻ നല്ല പാടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ സ്ലൈസറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ചെറുതായിട്ടുള്ളത്, അവിടെ ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് അത് ചെമിന്തിൽ കളയുകയാണെങ്കിൽ എളുപ്പത്തിൽ കളയാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയം ചിലവഴിക്കാണ്ട് അവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുഞ്ഞു ടിപ്പും കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെമിന്തിലൊക്കെ പോയി കിട്ടും. നമുക്ക് പിറ്റേ ദിവസം ആ ഒരു ഉണക്കമീൻ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, വെള്ളം നല്ല പോലെ ഊറി ആ ഒരു അടിയിലെ പാത്രത്തിൽ വരും. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ തുറക്കുമ്പം തന്നെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഉണക്കമീൻ ഫസ്റ്റിലത്തെ ദിവസമാണ്, ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ തന്നെ ഒരു 2 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളാകുമ്പോഴത്തെ അത് കറക്റ്റായിട്ട് ഉണക്കമീൻ രീതിയിലോട്ട് വരും. അന്നേരം അതിൻ്റെ അടിഭാഗം കാണിക്കാം. ദാണ്ട് ഇത്രത്തോളം ഒരു രാത്രി കൊണ്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം വെള്ളം വന്നിട്ടുണ്ട്. ഈ ഊറി വന്നിരിക്കുന്ന വെള്ളം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഈ ഒരു പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസവും നമ്മൾ ഈ വെള്ളം ഊറി വരുന്നതിനനുസരിച്ച് അത് മാറ്റി 3 ദിവസമാണ് ഞാൻ പറഞ്ഞത്. ഉണക്കമീൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. 3ാമത്തെ ദിവസം നമ്മൾ വെയിലത്താണ് വെക്കുന്നത്. വെയിലത്ത് വെക്കാം ഇപ്പം വെയിലൊട്ടും ഇല്ലെങ്കിൽ 2 ദിവസവും കൂടെ ഇതേ രീതിയിൽ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഉണക്കമീൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യത്തെ 2 ദിവസം നല്ലപോലെ ആ ഒരു ഉപ്പിൽ നിന്ന് വെള്ളമെല്ലാം നല്ലപോലെ മീനിൽ നിന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം 3ാമത്തെ ദിവസത്തെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വെള്ളമെല്ലാം പോയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് മീൻ കേട്ടോ. നമുക്കിപ്പോൾ ഒട്ടും വെയിലില്ലെങ്കിൽ ഇതേ രീതിയിൽ 2-3 ദിവസം കൂടെ വെക്കുക. കറക്റ്റായിട്ട് ഉണക്കമീൻ രീതിയിൽ വരും. അങ്ങനെ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു മീൻ 3ാമത്തെ ദിവസം വെയിലത്തൊന്നും ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഒരു ദിവസത്തെ വെയിൽ മാത്രമേ കൊള്ളിക്കുന്നുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെയിലില്ലെങ്കിൽ 2 ദിവസം കൂടി ഇതേ രീതിയിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പം ഞാൻ ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ഉണക്കമീൻ ഒന്ന് ഉണക്കാൻ പോകുന്നത്. കാരണം ഒരു പകുതി മുക്കാൽ മീൻ ഉണങ്ങിയിട്ടുണ്ട്. ഒന്നൊന്ന് വെയിലിൻ്റെ ഒരു ചൂടൊക്കെ കിട്ടുമ്പോഴത്തേനും അത് കറക്റ്റ് രീതിയിലാവും. ഒട്ടും വെയിലില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, 2 ദിവസം കൂടി ഇതേ രീതിയിൽ വെച്ചാൽ മതി. ഒട്ടും കേടാവില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവത്തുമില്ല കേട്ടോ. നമ്മൾ വെയിലത്ത് വെക്കുന്നുണ്ട്. ഒരു ഉണക്കമീൻ്റെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഉണക്കമീൻ്റെ മണവും കാര്യങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ റെസിപ്പികളൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അറിയാലോ ഉണക്കമീൻ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പികളും കാര്യങ്ങളൊക്കെ. ഒറ്റ ദിവസത്തെ വെയിൽ മാത്രം കൊണ്ടപ്പോൾ തന്നെ മീനൊക്കെ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിയിലൊരു ടിന്നിലോ എന്തെങ്കിലുത്തിനകത്താക്കി വെച്ചിരുന്നാൽ മതി. നെത്തോലി നല്ല മേലെ ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മീനെ ഇപ്പം ഒരുപാടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ, അല്ലാത്ത പക്ഷം നമ്മൾ ഒട്ടും വെള്ളം നനവില്ലാത്തൊരു ടിന്നിനകത്തങ്ങണം അടിയിൽ പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ. നല്ല പോലെ ഉണങ്ങിയ ഉണക്കമീനാണ്. വെയിലുണ്ടെങ്കിൽ മാത്രം വെയിലത്തിടുക, അല്ലാത്ത പക്ഷം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നെത്തോലി അതുപോലെ തന്നെ മത്തി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് മീനാണോ കിട്ടുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ വലിയ ദശയുള്ള മീനൊക്കെ ആണെങ്കിൽ അതൊന്ന് നടുവേ പൊളന്നിട്ട് മാത്രം ഒന്ന് ഇതുപോലെ ചെയ്യാം. അന്നേരം പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ. അന്നേരം ഇതിനെ നമുക്ക് സൂക്ഷിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഒട്ടും വെള്ളം നനവില്ലാത്ത പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയിട്ട് ഇതിനെ സൂക്ഷിക്കാമേ. ഇതുപോലുള്ള ബോക്സിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എത്ര നാൾ വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ഉണക്കമീൻ ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അന്നേരം ഒട്ടും പുറത്ത് ഉണക്കമീൻ്റെ മണമൊന്നും വരാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ മീൻ ഉണക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെത്തോലിയുടെ മുള്ള് കളയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്നവർ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുടെ വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.